ഇതാ നമ്മളൊരു പാന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. പനീർ മയോ ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ്. നമ്മൾ എല്ലാ ബ്രെഡിലും ആ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ മയോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ പനീർ മിക്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായി കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ. ഇനി ഇതൊരു ടേബിൾ സ്പൂൺ നെയ്യ് പാനിൽ ഒഴിച്ചിട്ട് അത് ചൂടായ ശേഷം ഈ ബ്രെഡ് അതിലേ വെച്ചിട്ട് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി പാനിലേക്ക് നെയ്യ് വരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിലായും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു സൈഡായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇനി ആ സൈഡ് ആയി വരുമ്പോൾ നമുക്കിതെടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സാൻഡ്വിച്ച് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി അടുത്തത് വെച്ച് കൊടുക്കാം. അതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, ബ്രെഡ് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ സാൻഡ്വിച്ചും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പനീർ മയോ ചീസ് സാൻഡ്വിച്ച്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തത്. ഇതാണ് നമ്മുടെ പനീർ മയോ ചീസ് സാൻഡ്വിച്ച്. മക്കൾക്ക് ഇന്ന് ഞാൻ സ്കൂളിലേക്ക് ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ സ്നാക്ക് ആക്കി കൊടുത്തു വിട്ടത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻ്റ് ഇടുക, ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നല്ല ഉഷാർ റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു ഓൾ.